ഹലോ, ഇന്ന് മലപ്പുറം മോട്ടോഴ്സിന് കുറച്ച് പുതിയ വണ്ടികൾ വന്നിട്ടുണ്ട്. അപ്പൊ അത് പരിചയപ്പെടുത്താൻ, അതേപോലെ തന്നെ കുറച്ച് പഴയ വണ്ടികളും കൂടി കൂട്ടിയിട്ട് ഉള്ള വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യണത്. പല കണ്ട വണ്ടികളുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കണ്ട് കാണാത്ത വണ്ടികളൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് ഏതാ പറ്റുന്ന പുതിയ ആൾക്കാരുണ്ടാവുകൊണ്ട് ഫസ്റ്റ് കാണുന്നവര് പഴയ വണ്ടികളൊക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ കണ്ട വണ്ടി ഉണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് കണ്ട് മറ്റേ കാണാത്ത പുതിയ വണ്ടികള് നിങ്ങൾക്ക് ഐഡിയ എല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കുക. 2-3-4 നമ്പർ കൊടുക്കുന്നുണ്ട്. പിന്നെ കാറ്റലോഗ് കാര്യങ്ങളൊക്കെ ഫസ്റ്റ് നമ്മൾ പരിചയപ്പെടുത്താൻ പോണ ആരെങ്കിലും പെട്രോള് VX റിഡ്സ് കഴിക്കുന്നുണ്ടെങ്കിൽ ഇത് ഈ പിന്നെ പുതിയ റിന്യൂവൽ എടുത്തുകാണ്ട് നമ്മൾ തരികയാണ്. ടാക്സ് ഇന്നലെ അടിച്ചു, ഇൻഷൂറും അടിച്ചു. ഇനി ആരെ പേരിലാണ് മാറുന്ന വെച്ചെങ്കിൽ ഓലെ പേരില് മാറിക്കാണ്ട് പുതിയ റിന്യൂവൽ എടുത്താൽ തരും കേട്ടോ. 2011 മോഡലാട്ടോ. VX ആണ്. റിവേഴ്സ് ക്യാമറയും റിവേഴ്സ് സെൻസറും ഒക്കെ ഉണ്ട്. പിന്നെ VXI ഓപ്ഷനാ വരുന്നത്. റിഡ്സ് നല്ല ഹൈ ക്വാളിറ്റി വണ്ടി കേട്ടോ. വലിയ ടച്ചിങ് കാര്യമൊന്നും കയറാത്ത നല്ല റീപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ല. ഇന്റീരിയറൊക്കെ നല്ല അടിപൊളി ഇന്റീരിയർ, റൂഫൊക്കെ നല്ല ചളിയും പൊടിയൊന്നും ഇല്ലാത്ത നല്ല പക്ക വണ്ടി കേട്ടോ. VXI സെക്കൻഡ് ഓണർഷിപ്പാണ് വണ്ടി കിടക്കുന്നത്. നല്ല ഹൈ ക്വാളിറ്റി വണ്ടി. 2011 ടാക്സ് ഇപ്പൊ മിഞ്ഞാന്നേറ്റ് അടച്ചിക്കണത്. ഈ റിന്യൂവൽ എടുത്തുകാണ്ട് നിങ്ങൾക്ക് തരും. 5 വർഷത്തിന് ഫുൾ പേപ്പർ കേട്ടോ. നിങ്ങൾ എടുക്കണം അന്ന് തൊട്ട്. ടയറൊക്കെ പറഞ്ഞൊരു 80% ടയറ് കാര്യമൊക്കെ ഉണ്ട്. മേജർ റീപ്ലേസ് കാര്യമൊന്നുമില്ല. നല്ല വൃത്തിയില്ല ഹൈ ക്വാളിറ്റി വണ്ടി കേട്ടോ. ഒന്നും പറയണ്ടല്ലോ. റിഡ്സ് ആരെങ്കിലും പെട്രോൾ വണ്ടി ചോദിക്കൊണ്ടേ 100% ഗ്യാരണ്ടി കൊണ്ടുപോകാൻ പറ്റിയ വണ്ടിയാണ്. 1,85,000 രൂപയാണ് നമ്മളിത് ചോദിക്കുന്നത്. പുതിയ ന്യൂ പേപ്പറിൽ കേട്ടോ. നമുക്ക് വില ചെറിയ നെഗോഷ്യബിൾ ഒക്കെ എന്തെങ്കിലും ആക്കാം. നല്ല ഹൈ ക്വാളിറ്റി ആണ്. ഇഞ്ചർ റൂമും കാര്യമൊക്കെ അപ്പണോ കാര്യമൊന്നും തട്ടാ മുട്ടോ കാര്യമൊന്നുമില്ല. സീറ്റ് കവർ സെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. VXI ആണ് വണ്ടി വരുന്നത്. ഒരു തട്ടാ മുട്ടോ കാര്യമൊന്നുമില്ല. നല്ല പക്ക ഇഞ്ചർ റൂം കണ്ടീഷൻ വണ്ടി. ABS ഒക്കെ വരുന്ന വണ്ടിയാണ്. ABS കാര്യമൊക്കെ വരുന്നുണ്ട്. VXI നല്ല ക്വാളിറ്റിക്കാരെങ്കിലും ഒരു റിഡ്സ് ചോദിക്കൊണ്ടായി 100% ഗ്യാരണ്ടി കൊണ്ടുപോകാൻ പറ്റിയ വണ്ടിയാണ്. നമുക്ക് വില 1,85 ചോദ്യം. ചെറിയ വില ഒക്കെ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കട്ടോ. ഓക്കെ. ഡ്രൈവിംഗ് ഒക്കെ പഠിച്ച് ലെവലാക്കേണ്ടവരൊക്കെ വേണമെങ്കിൽ 2010 ലാസ്റ്റ് ഏകദേശം ഒരു കൊല്ലം പേപ്പർ, ഒരു 10 മാസം ഇൻഷുറൻസ് ഒക്കെ ഗ്യാപ്പിലെ വണ്ടിയാണ്. വെറും 27 റുപ്യ നമ്മൾ ചോദിക്കണല്ലോ. ഞാനോ ചെറിയ പഠിത്തക്കാർക്ക് അങ്ങനത്തെവർക്കൊക്കെ പറ്റും. നല്ല ക്വാളിറ്റി, അത്യാവശ്യം ഒരു ബോഡി ഷേപ്പും കാര്യമൊക്കെ ഇല്ല. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. വെറും 27 റുപ്യ ചോദിക്കുന്നത്. ചെറിയ എന്തെങ്കിലുമൊക്കെ നെഗോഷ്യബിൾ ആയിട്ട് തരും ചെയ്യും. അത്യാവശ്യം ടയറ് കാര്യമൊക്കെ ഓടിച്ച് പഠിച്ചേണ്ടവർക്കൊക്കെ പറ്റിയൊരു വണ്ടിയാണ്. CX ആണ്. AC വരുന്ന വണ്ടിയാണ്. AC വർക്കിംഗ് ഉണ്ടോ ഇല്ലെന്നാവും. ഇന്നലെ ഒരു വണ്ടിയുമ്പോൾ മാറ്റിയതാണ്. വെറും നമുക്ക് 27 റുപ്യക്ക് 2010-11 റേസർ ഉണ്ടോ സംശയമുണ്ട് കേട്ടോ. പേപ്പറൊക്കെ ഒരു 10 മാസം ഗ്യാപ്പ് ഉണ്ട്. പിന്നെ സ്ക്രാപ്പിന് കൊടുത്താലും 10, 20, 22 റുപ്യ സ്ക്രാപ്പിന് കൊടുത്താലും കിട്ടും. അത് ബാറ്റിങ് കാര്യമൊക്കെ ഊരി നിങ്ങൾക്ക് ഗ്യാരണ്ടി ഉള്ള ബാറ്റൊക്കെയാണ്. അത് ഊരി വിറ്റാലും ആ പൈസ നിങ്ങൾക്ക് വലിയൊരു പൈസ നഷ്ടപ്പെടൂല. 2-3 നാൾ പഠിക്കേണ്ടവർക്കൊക്കെ ലെവലാക്കേണ്ടവർക്കൊക്കെ പറ്റിയ. അതേപോലെ തന്നെ അടുത്ത പരിചയപ്പെടുത്താൻ പോണ 2014 മോഡല് സിംഗിൾ ഓണർഷിപ്പിൽ കിടക്കുന്ന ഒരു ഗ്രേ കളർ അൾട്ടണ്ണൂർ ആട്ടോ. അത്യാവശ്യം നല്ല വൃത്തിയും കാര്യമൊക്കെ ഉള്ള വണ്ടിയാണ്. ഗ്രേ കളർ നല്ല ബോഡി ഷേപ്പിലെ വണ്ടി. 2014 മോഡലാണ് വണ്ടി. തോന്നുന്നത് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ചിലപ്പോ അതിന്റെ കോപ്പി 2014 11 മാസം വണ്ടി കേട്ടോ. സിംഗിൾ ഓണർഷിപ്പാണ് വണ്ടി എടുക്കണേ. 2015 തന്നെ പറയാം. 14-11 മാസം ലാസ്റ്റ് വണ്ടി. നമുക്ക് 1,80,000 രൂപ ചോദിക്കണം കേട്ടോ. ചെറിയ ഡൗൺ പേയ്മെന്റ്, ഒരു 10-20 റുപ്യൊക്കെ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ബാങ്ക് ലോൺ ചെയ്യാൻ പറ്റിയ ഒരു വണ്ടിയാണ് ആൾട്ടർണർ. 1,80,000 ചോദിക്കുന്നത്. നമുക്ക് വില ചെറിയ 701 വണ്ടി. നമ്പർ KL 55. നല്ല അടിപൊളി ഒരു ഗ്രേ കളർ ആൾട്ടർണർ കേട്ടോ. ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ പോയാല് 10-20 റുപ്യൊക്കെ ഡൗൺ പേയ്മെന്റ് ബാങ്ക് ലോൺ ബാക്കി ബാങ്ക് ലോൺ ചെയ്യാൻ പറ്റിയ ഒരു വണ്ടിയാണ്. നല്ല ക്വാളിറ്റിക്കാരനാണ്. ഇന്റീരിയർ കാര്യം, ടയറ് കാര്യമൊക്കെ അത്യാവശ്യമാണ്. ഓക്കെ. 2013 മോഡല് പെട്രോള് ബീറ്റ് അരയിന് കൊണ്ടേക്കളി. പെട്രോൾ ബീറ്റ് ആണ്. ഡീസലും ആണ്. അവിടെ ഡീസലും ഉണ്ട് കേട്ടോ. LS ആണ് ഓപ്ഷന്. ഇന്നലെ വന്നിട്ടുള്ളൂ. ഒന്ന് ഇന്റീരിയർ സർവീസ്, പോളീസ്, ചെറിയ ചെറിയ ടച്ചിങ്ങുകളൊക്കെ ചെയ്യാണ്ട് അതൊക്കെ നമ്മൾ ചെയ്തിട്ടാണ് നല്ല വൃത്തിയാക്കി കൊടുക്കും. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 2013 മോഡൽ കേട്ടോ. നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടിയാണ്. റീപ്ലേസ് കാര്യമൊന്നുമില്ല. ആവശ്യക്കാരുണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോളി. നമുക്ക് ചെറിയ വിലക്ക് കൊടുക്കട്ടത്. നല്ല
പെട്രോൾ ബീറ്റിന് എല്ലാവരും കുറെ കമ്പക്കാരില്ല ആൾക്കാരാണ്. അത്യാവശ്യം മൈലേജ് ഉണ്ടാവും, മെയിൻ്റെനൻസ് ഒക്കെ കമ്മിയാക്കാറ്. 1,25,000 റുപ്യ കേട്ടോ. 2013 മോഡല്, എസിയും പവർ സ്റ്റാരിയും 2 ഡോർ വിൻഡോ ഒക്കെ വരുന്ന നല്ല സീറ്റ് കവർ കാര്യമൊക്കെ ഉണ്ട്. നമ്പർ പ്ലേറ്റ് ഒക്കെ ഒന്ന് കൊടുക്കാണ്ട് അതൊക്കെ ചെയ്തിക്കാണ്ട് നമ്മള് ഒന്ന് ഇന്റീരിയല് പോളിഷ് ചെറിയ ചെറിയ ടച്ചിങ് ഉണ്ട്, സർവീസ് ചെയ്യാണ്ട് ഈ വമ്പറൊക്കെ ഒന്ന് ടച്ച് ചെയ്യാണ്ട് അതൊക്കെ ചെയ്തിട്ട് നല്ല ക്വാളിറ്റി ആക്കിയിട്ട് 2 ദിവസം കൊണ്ട് വണ്ടി ആൾക്കാർ ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചോളി. പോളിഷ് പരിപാടിയൊക്കെ ചെയ്തിക്കാണ്ട് 2013 മോഡല് LS പെട്രോള് ബീറ്റ് ആണെങ്കിൽ 1,400 കൊടുക്കട്ടോ. അതേപോലെ തന്നെ ഒരു വണ്ടിയാണ് ഇതിലും വാഗണർ ആട്ടോ. അതും സിംഗിൾ ഓണർഷിപ്പിൽ എടുക്കണ ന്യൂ ടൈപ്പില് 2010 മോഡലേ വണ്ടിയുള്ളൂ. പക്ഷെ ഇന്നലെ റിനീവൽ കഴിഞ്ഞു. ടാക്സ് മിഞ്ഞാന്ന് അടിച്ച് ഇന്നലെ റിനീവലും കഴിഞ്ഞു. ഇന്നലെ തൊട്ട് 5 കൊല്ലം പേപ്പറില്ല. VXI ആരേലും വാഗണർ നല്ല ഹൈ ക്വാളിറ്റി വണ്ടി ആരേലും കൊണ്ടേക്കോളി. നല്ല റീപ്ലേസ് കാര്യമൊന്നും ഇല്ലാത്ത നല്ല അടിപൊളി ഒരു വാഗണർ കേട്ടോ. VXI ആണ് ഫുൾ ഓപ്ഷൻ, കമ്പനി സെറ്റ് കാര്യങ്ങളൊക്കെ വരും. AC പവർ സ്റ്റാരിങ്, 4 ഡോർ വിൻഡോ, ബാക്ക് വൈപ്പർ കാര്യമൊക്കെ വരുന്ന നല്ല വൃത്തിക്കാരം. 5 കൊല്ലം പേപ്പർ, ഇന്നലെ തൊട്ട് 5 കൊല്ലം പേപ്പറും കാര്യമൊക്കെ അല്ല വണ്ടിയിട്ട്. ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ 1,90,000 രൂപക്ക് ഫൈനൽ കൊടുക്കട്ടോ. VXI ആണ്, ന്യൂ ടൈപ്പ് ആണ്, 5 കൊല്ലം പേപ്പർ എടുത്ത വണ്ടിയാണ്. നല്ല അടിപൊളി വണ്ടി, ഫസ്റ്റ് ഓണർ, മേജർ ആക്സിഡന്റ് കാര്യമൊന്നും ഇല്ലാത്ത നല്ല ഹൈ ക്വാളിറ്റി വണ്ടി. 1,90,000. ആരെങ്കിലും 2 ലക്ഷം റുപ്യന്റെ താഴെ നല്ല അടിപൊളി വണ്ടി VXI വാഗണർ 5 കൊല്ലം പേപ്പറും ഇല്ലേ വേണമെന്നുണ്ടെങ്കിൽ 100% ഗ്യാരണ്ടിയിൽ കൊണ്ടുപോയിക്കോളി. ആവശ്യക്കാർ പെട്ടെന്ന് വിളിച്ചാലേ കിട്ടുള്ളൂ കേട്ടോ. നമ്മളെ ഈ വീഡിയോ കണ്ടേക്കിന് ഐഡിയ എല്ലാം ഉണ്ടെങ്കിൽ പെട്ടെന്ന് വിളിക്കുക. 2-3-4 നമ്പറും കാര്യമൊക്കെ കൊടുക്കുന്നുണ്ട്. നല്ല പുത്തൻ വണ്ടികൾ ഇപ്പൊ ഇന്നലെയും മിഞ്ഞാന്നും കയറിയ വണ്ടികൾ മാത്രമേ നമ്മളിപ്പോ ചെയ്യണേ. പിന്നെ 1-2 വണ്ടിയൊക്കെ ചിലപ്പോൾ പഴയ വണ്ടിയും കൂട്ടിക്കാണ്ടാണ് നമ്മൾ ചെയ്യണത്. ഒരു 10-15 വണ്ടി മാത്രമേ ഇന്ന് ചെയ്യുന്നുള്ളൂ. ബാക്കി കുറെ വണ്ടികൾ 2 യാർഡിൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ഏത് വണ്ടിക്ക് വേണമെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ 2-3-4 നമ്പർ കൊടുക്കും. അതിൽ ലൊക്കേഷന് കാറ്റലോഗ് കാര്യമൊക്കെ കിട്ടും കേട്ടോ. ഓക്കെ. അതേപോലെ തന്നെ 2013 ഡീസല് പിന്നെ റിഡ്സ് VDI ആണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ 1.25 ഓടിയ വണ്ടിയാണ്. അതിന് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോടി. അതേമാതിരി 5 കൊല്ലം പേപ്പർ എടുത്ത സ്വിഫ്റ്റ് ആണ്. പിന്നെ പുതിയ പേപ്പർ എടുത്ത VDI ഡീസൽ വണ്ടി സ്വിഫ്റ്റ് ആണെങ്കിൽ നമുക്ക് ആൾക്കാർക്ക് 1 MB കൊടുക്കാം. അതുപോലെ തന്നെ നല്ലൊരു കിഡിനം വാഗണർ കേട്ടോ. 29 വരെ പേപ്പറൊക്കെ അല്ലേ, ACയും പവർ സ്റ്റാരിങ് പവറിന്റെ ഒക്കെ അല്ലേ, നല്ല വാഗണർ ആണെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയിക്കോളി. ഇനി ആ വലിയ പുതിയ മോഡൽ അല്ലാത്ത പഴയ മോഡൽ വാഗണർ, അതും VXI ട്ടോ. മിററൊക്കെ VXI മിറർ കാര്യമൊക്കെ വരുന്ന നല്ല അടിപൊളി വണ്ടിയാണ്. ACയും പവർ സ്റ്റാരിങ് പവറിൻഡോ, 2 ഡോർ പവറിൻഡോ, AC പവർ സ്റ്റാരിങ് ഒക്കെ വരുന്ന നല്ല ക്വാളിറ്റി വണ്ടി ട്ടോ. ആവശ്യക്കാരുണ്ടെങ്കിൽ 1.25 കൊടുക്കട്ടോ. 1,25,000 രൂപക്ക് VXI ആണ്. ബാക്കൊക്കെ നല്ല വൃത്തിയില്ലാണ്ട് VXI ഓപ്ഷനാ വരിക. പഴയ ടൈപ്പാണ് വരിക. മൈലേജ് കാര്യം K സീരീസിന്റെ അത്രക്ക് ഇല്ലെങ്കിലും മെയിൻ്റെനൻസും കാര്യമൊന്നും തീരെ വരാത്തൊരു വണ്ടിയാട്ടോ വാഗണർ. നല്ല ഹൈറ്റിൽ യാത്ര ചെയ്ത് പോകും ചെയ്യും. നല്ല ക്വാളിറ്റിക്കാരൻ, സീറ്റുകാർ കാര്യമൊക്കെ ഉണ്ട്. 2029 ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ട്. 2009 മോഡലാണ്. റീപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ല. 1,25,000 രൂപ കൊടുക്കട്ടോ. നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടി. അതേപോലെ തന്നെയാണ് അടുത്ത ഐറ്റം ഗ്രാൻഡ് കേട്ടോ. ഐറ്റം ഗ്രാൻഡ് ഫുൾ ഓണിൽ കേട്ടോ. 3,55,000 രൂപക്ക് 2018 മോഡൽ ഐറ്റം ഗ്രാൻഡ് കൊടുക്കട്ടോ. ഇന്റീരിയലൊക്കെ പറഞ്ഞ അടിപൊളി വണ്ടി കേട്ടോ. വെറും 80,000 കിലോമീറ്ററുടെ ഫസ്റ്റ് ഓണർ വണ്ടി കേട്ടോ. 4 ഡോർ വിൻഡോ, AC പവർ സ്റ്റാരിങ്, കമ്പനി സ്റ്റീരിയോ, സ്റ്റാരിങ് കൺട്രോള് എല്ലാം വരുന്ന വണ്ടി കേട്ടോ. സ്റ്റാരിങ് കൺട്രോൾ വരും, 4 ഡോർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്, കമ്പനി സെറ്റ് ഒക്കെ വരുന്ന സിംഗിൾ ഓണർ ഐറ്റം ഗ്രാൻഡ് പുതിയ മോഡൽ ആർക്കെങ്കിലും വേണമെങ്കിൽ കൊണ്ടുപോയിക്കോളി. ഫുള്ള് ലോണിൽ കൊടുക്കട്ടെ. 1 ഉറുപ്യ മുടക്കും വേണ്ട. 3,55,000 രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. 3,55,000 2018 മോഡൽ ഐറ്റം ഗ്രാൻഡ് കേട്ടോ. അതും ഫുൾ ഓൺ കേട്ടോ. ബൊലീറോ ആരെങ്കിലും കൊണ്ടുപോയിക്കോളി. കിഡിലൊരു ബൊലീറോ കേട്ടോ. 2015 മോഡൽ സിംഗിൾ ഓണർഷിപ്പ്, നല്ല ഹൈ ക്വാളിറ്റി, പെയിന്റ് ടച്ചിങ് വരെ കയറാത്ത വണ്ടി. നിങ്ങൾക്ക് വണ്ടി വന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് വണ്ടി പറ്റിയിട്ടില്ല എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾ എണ്ണ പൈസ നമ്മൾ റിട്ടേൺ തരും. ഇങ്ങോട്ട് വരുന്നത് വിലമ്മ ചെറിയൊരു 10-20 റുപ്യാന്റെ വ്യത്യാസം ഉണ്ടാവും. അതിനുള്ള ഫിറ്റിങ്സും കാര്യങ്ങളും ഏറെയുണ്ട്. നല്ല ടച്ചിങ് വരെ കയറാത്ത നല്ല ഹൈ ക്വാളിറ്റി ബൊലീറോ 2015 സിംഗിൾ ഓണർ കേട്ടോ. അതും 5 ടയർ പുത്തൻ ടയർ, 5 അലോയ് വീല്, കമ്പനി
അലവിയിലൊക്കെ വരുന്ന വണ്ടി കേട്ടോ. ZLX ആണ് ഏറ്റവും ഫുള്ളോടാണ് വണ്ടി വരുന്നത്. ഇതിൽ വരുന്ന ഫുള്ള് അന്നത്തെ കാലത്ത് ഈ അലവിയിലില്ല. ഇപ്പൊ പുതിയ 22, 25 ഇറങ്ങുമ്പോ ഇതേ അലവിയിലാണ് ഫുള്ളോഡിന് വരുന്നത്. അന്ന് ഇതേമാതിരി അഡീഷണൽ ചെയ്തതാണ് അലവിയില്. അന്നത്തെ കാലത്ത് അലവിയിലൊന്നുമില്ല. 2015 ZLX ആണ് വരുന്നത്. ബൊലീറോ ZLX അറിയാം, ഏറ്റവും ഫുള്ള് ഇതിൽ വരുന്നത്. ബാക്ക് വൈപ്പർ കാര്യങ്ങള് 4 ഡോർ ഓയിസ്മൈൽ കേട്ടോ. സംസാരിക്കണ വണ്ടിയാണ്, ഓയിസ്മൈലാണ് വണ്ടി. എണ്ണ കഴിയാനാകുമ്പോ എണ്ണ കഴിയാനായിക്കണു ഒക്കെ പറഞ്ഞു തരും. സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലേ, സീറ്റ് ബെൽറ്റ് ഇടാൻ പറയും. അങ്ങനെ ഓയിസ്മൈലാണ് വണ്ടി. 2015 ഫുൾ ഓപ്ഷൻ വണ്ടി വരുന്നത്. നമുക്ക് നല്ല 3.5 ലക്ഷം റുപ്യ IDV ഇൻഷുറൻസ് ഒക്കെ ഉണ്ട്. മാക്സിമം ഒരു 4 റുപ്യ വരെ ലോണും കയറും. നല്ല അടിപൊളി ഒരു വണ്ടി. ആൾക്കാർ ആവശ്യക്കാരുണ്ടായി വിളിച്ചോളി. 5.60 ജയിക്കണം കേട്ടോ. ഒരു 5.15 മാർക്കറ്റ് ലെവലിന് കളിച്ചിട്ടുള്ളൂ. പക്ഷെ വണ്ടി ഒന്നും നോക്കാല. ബൊലീറോയിലൊക്കെ അധികം വണ്ടി ഒരു 80% തുരുമ്പ് വരുന്ന വണ്ടി. അതൊരു തുള്ളി തുരുമ്പും കാര്യമല്ല. അത് വണ്ടി ആൻഡ്രോയിഡ് സെറ്റ് കാര്യം അടിപൊളി സീറ്റാറൊക്കെ കേട്ടോ. അത് വണ്ടി വന്ന് നോക്കി ഞങ്ങൾക്ക് പറ്റാക്കൂല. അത്രയും നല്ല വണ്ടി കേട്ടോ. നല്ല അടിപൊളി സീറ്റാർ, ആൻഡ്രോയിഡ് സെറ്റ് കാര്യം, ഇന്റീരിയല് ഒക്കെ പക്ക വണ്ടി. ബൊലീറോ നിങ്ങൾ ആരെങ്കിലും ചോദിക്കൊണ്ടായി ധൈര്യമായിട്ട് കൊണ്ടുപോയിക്കോളി. ഒന്നും പറയാനില്ലാത്ത സൈസ് വണ്ടി കേട്ടോ. 2015 1,20,000 കിലോമീറ്റർ, സിംഗിൾ ഓണർഷിപ്പ്, റീപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ല. കറക്റ്റ് കമ്പനി സർവീസ് ഹിസ്റ്ററി. 5 ടയർ ബാക്കത്തെ ടയർ ഒന്നും തൊട്ടിട്ടില്ല കേട്ടോ. അടിപൊളി സ്റ്റെപ്പിനെ ഒന്നും പുറത്തേക്ക് അറക്കാത്ത മോഡൽ കട്ടല്ല. 5 ടയർ വരെ മാതിരി തന്നെ കട്ട. ഒരു 90% ടയർ കാര്യമൊക്കെ ഉണ്ട് കേട്ടോ. 5.60 നമ്മൾ ചോദിക്കുന്നത്. 2015 സിംഗിൾ ഓണർഷിപ്പ്, അടിപൊളി വണ്ടി. അലവിയില് 5 പുത്തൻ ടയർ കാര്യമൊക്കെ അല്ല, നല്ല അടിപൊളി വണ്ടി കേട്ടോ. ഓക്കെ, ബട്ടൺ സ്റ്റാർട്ടിങ്, ബാക്ക് വൈപ്പർ, ഫുൾ ഓപ്ഷൻ വണ്ടി, മൈക്ര. ചെറിയ മുടക്കിലെ ആൾക്കാർക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോളി. 2011 മോഡല്, ഏകദേശം ഒരു കൊല്ലം പേപ്പറും കാര്യമൊക്കെ ഇനിയുണ്ട്. ഒരു 1.75 കൊടുക്കാം. ഒരു 1.40, 1.25, 1.40, 1.5 ഉള്ളിലൊക്കെ ബാങ്ക് ലോൺ 10-25,000 റുപ്യ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ബാങ്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു ഡീസൽ മൈക്ര കേട്ടോ. അത് ബട്ടൺ സ്റ്റാർട്ടിങ്, ബാക്ക് വൈപ്പർ, 4 ഡോർ വിൻഡോ, AC, പവർ സ്റ്റാൻഡ്, 20 കിലോമീറ്റർ മൈലേജ് ഗ്യാരണ്ടി കിട്ടുന്ന വണ്ടിയാണ്. നല്ല അടിപൊളി ഒരു വണ്ടിയാണ്, ഡീസൽ വണ്ടി കേട്ടോ മൈക്ര. ആവശ്യക്കാരുണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോളി. നല്ല അടിപൊളി സീറ്റാർ കാര്യമൊക്കെ വരും. ആൻഡ്രോയിഡ് സെറ്റ് കാര്യമൊക്കെ ഉണ്ട്. ബട്ടൺ സ്റ്റാർട്ടിങ് ഒക്കെ വരുന്ന വണ്ടി കേട്ടോ. അടിപൊളി വണ്ടി. നമ്മള് വില 1.75 കേട്ടോ. പാർക്ക് സെയിലിന് ഇട്ടതാണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ ഇഞ്ചനും കാര്യമൊക്കെ പക്ക കണ്ടീഷൻ വണ്ടി കേട്ടോ. നിങ്ങൾക്ക് വർക്ക്ഷോപ്പിലൊക്കെ വേണമെങ്കിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. ബാക്ക് വൈപ്പറും കാര്യമൊക്കെ വരും. XL എന്ന ഓപ്ഷനാണ് വരുന്നത് കേട്ടോ. അതായത് ഇതില് ഫുള്ളോട്. ഓക്കെ, അതേപോലെ തന്നെ നിസാന്റെ 2017 മോഡല് നിസാന്റെ ഡാറ്റ്സൺ എന്ന് പറഞ്ഞ വണ്ടിയാണ്. 2,05,000 രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. 2017 മോഡലും ഉണ്ട് കേട്ടോ. 2017 മോഡൽ 2,05,000 രൂപക്ക് വെറും സിംഗിൾ ഓണർഷിപ്പ്, വെറും 70,000 കിലോമീറ്റർ ഒക്കെ ഓടിയ കറക്റ്റ് കമ്പനി സർവീസ് ഹിസ്റ്ററി ഒക്കെ അല്ലേ. അത് മാക്സിമം ഒരു 10-30 റുപ്യ ഉണ്ടെങ്കിൽ മുടക്കിയാൽ ബാക്കി ബാങ്ക് ലോണൊക്കെ ചെയ്യാൻ പറ്റിയ മോഡൽ കൂടിയ വണ്ടി. 2,05,000 രൂപക്ക് 2017 മോഡൽ കേട്ടോ. അതേപോലെ തന്നെ 2013-14 റേസറിലെ കേട്ടന് VXi 1000 cc വരുന്ന 1000 cc ഈ വാഗണർ K സീരീസിന്റെ ഇഞ്ചനാ വരിക. VXi വരിക. 2 ഡോർ വിൻഡോ, AC, പവർ സ്റ്റാരിംഗ് ഒക്കെ വരും. ഒന്നിന്റെ താഴെ ഓടിയ 2013-14 29 വരെ ലാസ്റ്റ് പേപ്പറും കാര്യമൊക്കെ അല്ലേ വണ്ടി. നമുക്ക് 1,80,000 രൂപ ചോദിക്കണം. 1.75 ഉണ്ടെങ്കിൽ ഫൈനൽ കൊടുക്കും. ഒരു 1.5 ലക്ഷം രൂപ ഇതിമ വേണമെങ്കിൽ ബാങ്ക് ലോൺ ചെയ്ത് കൊടുക്കും. ഒരു 25,000 റുപ്യൊക്കെ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ബാങ്ക് ലോൺ ചെയ്യാൻ പറ്റിയ വണ്ടി കേട്ടോ. അത് ഡീസൽ അമേസ് ആരെയും ചോദിക്കുന്നുണ്ടെങ്കിൽ 4 ലക്ഷം റുപ്യക്ക് 2015 സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി കൊടുക്കാം. അതേമാതിരി തന്നെ A-സ്റ്റാർ ഒക്കെ നമുക്ക് ഒരു 1.25 A-സ്റ്റാർ 2011 കൊടുക്കാം. ഡീസൽ ബീറ്റ് ആരെയും ചോദിക്കുന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ഡീസൽ ബീറ്റ് സിംഗിൾ ഓണർഷിപ്പ് നമുക്ക് വെറും 90,000 രൂപക്ക് കൊടുക്കാം. അതേപോലെ 13 കയറ്റമാണെങ്കിൽ VXi തന്നെയാണ്. 74 കിലോമീറ്റർ ഓടിയ വണ്ടി നമുക്ക് 1.75 കൊടുക്കാം. അൾട്ടണ്ണൂർ ആണെങ്കിൽ 2017 20,000 റുപ്യ ഡൗൺ പേയ്മെന്റിൽ 2017 റുപ്യ ഡൗൺ പേയ്മെന്റിൽ 2.40 കൊടുക്കട്ടോ. അപ്പൊ നിങ്ങള് കുറെ വണ്ടികളുണ്ട്. നമ്മള് ഫുള്ളൊന്നും വീഡിയോ എടുക്കണില്ല. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമില്ല 2-3-4 നമ്പർ കൊടുത്താൽ അതിൽ നിങ്ങൾ പെട്ടെന്ന് വിളിച്ചാൽ മതി. ചെറുവണ്ടി ആണെങ്കിൽ നമുക്ക് VXi സിംഗിൾ പിന്നെ സെക്കൻഡ് ഓണർ
ഈ 7-27 ലാസ്റ്റ് വരെ പേപ്പറൊക്കെ അല്ല ജെന്നസിലോ ഐറ്റിലെ വണ്ടി നമുക്ക് വെറും 85,000 രൂപ കൊടുക്കട്ടോ. നല്ല ബോഡി ക്വാളിറ്റിയിലെ സെക്കൻഡ് ഓണർഷിപ്പിൽ ഇറക്കണേ. അതേപോലെ തന്നെ 2014 മോഡൽ LXI സിംഗിൾ ഓണർഷിപ്പ് വാഗണർ നമുക്ക് 2,35,000 രൂപക്ക് ഫുൾ ഓണിൽ കൊടുക്കട്ടോ. അതും ഫുള്ള് ലോണ് 2,35,000 2014 മോഡല്. അതുപോലെ തന്നെ ഇതിന്റെ ഉള്ളിലൊക്കെ ഫോട്ടോക്കങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മള് ഫോട്ടോ ഡീറ്റെയിൽ ഒക്കെ വിട്ടത്. 2015-30 വരെ പേപ്പറില്ല ആൾട്ടോ 800 ബോണറ്റ് മെയിൻ ക്ലാസ് റീപ്ലേസ് മാത്രമല്ല വണ്ടി നമുക്ക് 1,60,000 രൂപക്ക് ഫുൾ ഓണിൽ കൊടുക്കട്ടോ. 2015-30 വരെ പേപ്പറില്ല ആൾട്ടോ കേട്ടോ. അതേമാതിരി വെറും 40,000 കിലോമീറ്റർ ഓടി ആൾട്ടോ നല്ല അടിപൊളി ആൾട്ടോ ആണ് 1,45,000 കൊടുക്കട്ടോ. വണ്ടികളൊക്കെ നിങ്ങൾ ഏത് വണ്ടി വേണമെങ്കിലും വിളിച്ചോളിട്ട്. അതേപോലെ തന്നെ വാഗണർ ഓട്ടോമാറ്റിക് 2015 മോഡല് 16 റൈസറില്ല നമുക്ക് 3,05,000 രൂപക്ക് ഓട്ടോമാറ്റിക് വാഗണർ കൊടുക്കാം. ഡിസയർ വേണമെങ്കിൽ 28 ലാസ്റ്റ് വരെ പേപ്പറിലെ ചെറിയ സഡാൻ ടൈപ്പ് വേണമെങ്കിൽ നമുക്ക് 1,60,000 കൊടുക്കട്ടോ. അതേപോലെ തന്നെ നല്ല അടിപൊളി പോളോ ആണെങ്കിൽ നമുക്ക് 2,55,000 രൂപക്ക് അലേവിയില് ബാക്ക് വൈപ്പറൊക്കെ അല്ല ഫുള്ളോള് പോളോ കൊടുക്കട്ടോ. പോളോ അതേപോലെ തന്നെ 1,05,000 രൂപക്ക് ഏറ്റവും ഫുള്ളോട് ZXI പ്ലസ് ZXI നമുക്ക് എ സ്റ്റാർ കൊടുക്കട്ടോ. 29 വരെ പേപ്പറൊക്കെ അല്ലേ ZXI, അതായത് 2 എയർ ബാഗ് കാര്യം ABS ഒക്കെ വരുന്ന എ സ്റ്റാർ പേപ്പർ എടുത്ത വണ്ടി 1,05,000 രൂപക്ക് കൊടുക്കാം. അതുപോലെ തന്നെ അൾട്ടോ ആണെങ്കിൽ 1,20,000 2011 മോഡൽ നല്ല കിഡില അൾട്ടോ കൊടുക്കാം. നല്ല പോലീസ് ബ്ലൂ കളറ് സിംഗിൾ ഓണർഷിപ്പിൽ നല്ല അടിപൊളി ഒമിനി നമുക്ക് വേണമെങ്കിൽ വെറും 95,000 രൂപക്ക് ഒമിനി കൊടുക്കാം. 95 രൂപക്ക് നല്ല പേപ്പർ എടുത്ത വണ്ടി ഇട്ടോ. തുരുമ്പ് കാര്യമൊന്നും ഇല്ലാത്ത നല്ല അടിപൊളി വണ്ടി കേട്ടോ. ഇതൊക്കെ മേറ്റൊക്കെ ആൾക്കാർ വലിച്ചിട്ടോ. അത്രയും പക്ക തുരുമ്പ് കാര്യമൊക്കെ ഇല്ലാത്ത അത് സിംഗിൾ ഓണർഷിപ്പിൽ ഇറക്കുന്ന വണ്ടി കേട്ടോ. ചെറിയ പൈസ കൊടുക്കാം. 95,000 റുപ്യ ഉണ്ടെങ്കിൽ ഒമിനി കൊടുക്കാം. ഓട്ടോമാറ്റിക് ഞാൻ ആരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് വെറും 50,000 കിലോമീറ്ററുടെ 4 പുത്തൻ ടയറൊക്കെ ഉള്ള വണ്ടി നമുക്ക് കൊടുക്കട്ടെ. 1,85,000 കൊടുക്കാം. ഇയോണ് വേണമെങ്കിൽ 1,40,000 ഇയോണ് 20,000 റുപ്യ ഒക്കെ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ബാക്കി ബാങ്ക് ലോൺ ചെയ്ത് കൊടുക്കാം. ആകെ ഇപ്പൊ 1,40,000 രൂപ ചോദിക്കണുള്ളൂ. അല്ല മാരുതി 35,000 റുപ്യക്ക് മാരുതി കൊടുക്കാം. നല്ല പുതിയ പേപ്പർ എടുത്ത റെഡ്സ് 1,80,000 കൊടുക്കാം. അതേപോലെ തന്നെ നല്ല ഇത് പിന്നെ അഡ്വാൻസ് ആയതാണ് അൾട്ടോ. വാഗണർ 2012 ആണെങ്കിൽ 2,00,000 രൂപക്ക് വാഗണർ VXI ഫുൾ ഓപ്ഷൻ വണ്ടി കൊടുക്കാം. അതേപോലെ തന്നെ നാനകളൊക്കെ ഉണ്ട്. നാനകളൊക്കെ 55,000 രൂപക്ക് നാന കൊടുക്കാം. 13 AC പവറിന്റെ ഒക്കെ അല്ല വണ്ടി. ട്രിസ്റ്റ് ആണെങ്കിൽ 1,20,000 ഡിക്കി ഓപ്പൺ കാര്യമൊക്കെ വരുന്ന ഇത് കൊടുക്കാം. അൾട്ടോ LXI 2006 മോഡൽ നല്ല അടിപൊളി അൾട്ടോ AC പവർ സ്റ്റാരിംഗ് ഒക്കെ വർക്കിംഗ് ഇല്ലേ നമുക്ക് 65,000 രൂപക്ക് അൾട്ടോ കൊടുക്കാം. അതേപോലെ തന്നെ വെറും 55,000 റുപ്യക്ക് 2007 മോഡൽ ACയും പിന്നെ ഒക്കെ അല്ലേ MTFI മാരുതി കൊടുക്കട്ടെ. നല്ല പുത്തൻ ടയറ് കാര്യമൊക്കെ അല്ലേ MTFI AC ഒക്കെ വർക്കിംഗ് ഇല്ല നല്ല അടിപൊളി മാരുതി വെറും 55 റുപ്യ കൊടുക്കട്ടോ. അതേമാതിരി 2012 ആൻഡ്രോയിഡ് സെറ്റ് 4 പുത്തൻ ടയറൊക്കെ അല്ലേ ഫോർഡ് ഫിഗോ നമുക്ക് വേണമെങ്കിൽ ഡീസൽ 10 കിലോമീറ്റർ മൈലേജ് കിട്ടുന്നത് 1,30,000 കൊടുക്കട്ടോ. അതേപോലെ തന്നെ 2007 മോഡൽ അൾട്ടോണ് വെറും 65,000 റുപ്യ കൊടുക്കട്ടോ. 2007 മോഡൽ അൾട്ടോ. റിനോൾട്ടിന്റെ പിന്നെ സ്കാല പറഞ്ഞ വണ്ടി ഡീസൽ വണ്ടിയാണ്. 10 കിലോമീറ്റർ മൈലേജ് ഒക്കെ കിട്ടണ 2012 മോഡല് 1,80,000 രൂപക്ക് 4 ഡോർ വിൻഡോ സ്റ്റാരിംഗ് കൺട്രോൾ ഒക്കെ വരുന്ന ഡീസൽ വണ്ടി കേട്ടോ. മൈക്രന്റെ ഇഞ്ചൻ വരുന്ന വണ്ടിയാണ്. 1,80,000 കൊടുക്കട്ടോ. പിന്നെ പുതാണെങ്കിൽ നമുക്ക് 5 വർഷം പേപ്പർ എടുത്ത ഈക്കോ ആണെങ്കിൽ നമുക്ക് 1,40,000 കൊടുക്കട്ടോ. പുതിയ പേപ്പർ 5 കൊല്ലത്തിനുണ്ട്. റെഡ്സ് ആണെങ്കിൽ 3,20,000 റുപ്യക്ക് 14 മോഡല് VDI സിംഗിൾ ഓണർഷിപ്പ് വണ്ടി കൊടുക്കട്ടോ. അതൊക്കെ ഇതൊക്കെ 25,000 റുപ്യ 30,000 റുപ്യ ഒക്കെ ഡൗൺ പേയ്മെന്റ് ഉണ്ട്. ഡീസൽ വണ്ടി VDI സിംഗിൾ ഓണർ ഇറക്കട്ടോ. നല്ല അടിപൊളി വണ്ടിയാണ്. സിംഗിൾ ഓണർ നല്ല ബോഡി ക്വാളിറ്റി ഇല്ല. അതേമാതിരി പുതിയ മോഡൽ സ്വിഫ്റ്റ് ഡീസൽ വേണമെങ്കിൽ നമുക്ക് ഫുൾ ഓണിൽ കൊടുക്കട്ടോ. ഒരു പൈസ മുടക്കാതെ 5,00,000 റുപ്യക്ക് 2018 മോഡല് ഫുൾ ഓപ്ഷൻ വണ്ടി. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. നല്ല അടിപൊളി വീഡിയോ ആണ്. നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് പറ്റിയ വണ്ടികൾ ഉണ്ടെങ്കിൽ അപ്പോഴേ 2-3-4 നമ്പർ കൊടുക്കുന്നുണ്ട്. അതിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലൊക്കേഷനും കാര്യമൊക്കെ വരും. നമ്മളെ ലൊക്കേഷൻ വരുന്നത് ആനക്കയം സൗദിപ്പടി എന്നാ പറയാം. മലപ്പുറം മോട്ടോഴ്സ് ആണ് കടന്റെ പേര്.
മഞ്ചേരി മലപ്പുറത്ത് നിന്നൊക്കെ 5 കിലോമീറ്റർ ആണ്. സൗദിപ്പടി പറഞ്ഞാൽ ഇവിടെ തന്നെയാണ് ബസ് സ്റ്റോപ്പ്. നമ്മളെ കടന്റെ മുന്നിൽ ഇറക്കി തരും കേട്ടോ. ആനക്കയത്ത് നിന്ന് 1.5 കിലോമീറ്റർ ഉള്ളൂ. മലപ്പുറത്ത് നിന്നാണെങ്കിൽ 5 കിലോമീറ്റർ പോരണം. മഞ്ചേരിന്ന് 5 കിലോമീറ്റർ. ആനക്കയത്ത് സൗദിപ്പടി എന്നാ പറയാ സ്ഥലപ്പേര്. മലപ്പുറം മോട്ടോഴ്സ് കടന്റെ പേര് കേട്ടോ. ഒരു 2-3-4 നമ്പർ കൊടുക്കുന്നുണ്ടായി. വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾക്ക് സംശയന്റെ ലൊക്കേഷന് കാറ്റലോഗ് ഒക്കെ വിട്ടുതരും. നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് വീണ്ടും കാണാം. നല്ല നമ്മൾ സൂപ്പർ വീഡിയോകളൊക്കെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോ അന്നാണ്. ഇനിയിപ്പോ നാളൊക്കെ മാരുതി 55,000 റുപ്യാന്റെ മാരുതിയൊക്കെ ചെറിയ പഠിച്ചവർക്കൊക്കെ വരാണ്ട്. കണ്ടമാനം വണ്ടികൾ നാളെയും മറ്റന്നാളൊക്കെ പുതിയ കയറാണ്ട്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോ നിങ്ങൾക്ക് അന്നാന്ന് എല്ലാ ഇതും കിട്ടും. 2 ദിവസം കൂടുമ്പോ നമ്മൾ പുതിയ പുതിയ വണ്ടികൾ കാണും. അത് പഴയ വണ്ടികൾ ഇതിൽ കുറച്ചൊക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ കണ്ടോലുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് കാണാം. പുതിയ കാണാത്ത ആൾക്കാർ കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാം ചെറുതായിട്ട് പരിചയപ്പെടുത്തുന്നത്. എല്ലാ ഉള്ളും പുറമൊന്നും നമ്മൾ കാണിച്ചിട്ടില്ല. കുറഞ്ഞ വണ്ടി മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഏതേലും നിങ്ങൾക്ക് സംശയങ്ങള് ഉള്ളും പുറം ഉണ്ടെങ്കിൽ നമ്മൾ 2-3-4 നമ്പർ കൊടുക്കുന്നതിന് വിളിച്ചു കഴിഞ്ഞാൽ നമ്മള് ഫുള്ള് ഫോട്ടോ ഡീറ്റെയിലും വിട്ടുതരും കേട്ടോ. ഒരു അടിപൊളി വീഡിയോ ആയിട്ടും വീണ്ടും കാണാം. ഓക്കെ ബൈ.